ബീഹാർ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് മത്സരിക്കും. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള നിഷാന്ത് അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കി മാറ്റാനായിട്ട് ഒരു ആലോചന നടക്കുന്നു. നമ്മൾ ഈ നേരത്തെ ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, പിന്നീട് നിതീഷെ മാറ്റിയിട്ട് അവിടെ ഒരു BJP മുഖ്യമന്ത്രി വരുമെന്ന്. ഏതാണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ നടപ്പാകുന്നു. അങ്ങനെയാണോ? അതെന്താ വെച്ചാൽ പ്രചാരണ സമയത്തെ നിതീഷ് എന്നെ നയിക്കുക എന്ന് തീരുമാനിച്ചിരുന്നതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിതീഷിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നിതീഷ് കുമാറിന് ഇപ്പൊ മുഖ്യമന്ത്രിയായ ശേഷം തന്നെ അദ്ദേഹം ഒരു മുസ്ലിം വിദ്യാർത്ഥിനിയോട് മെഡിക്കൽ ബിരുദദാന ചടങ്ങിന് വന്നപ്പോ ആ തട്ടമെടുത്ത് മാറ്റിയൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ. അത് ആ ഒരു എന്താ പറയാ ഗ്രിപ്പില്ലേ മനസ്സിന്റെ മുകളിൽ, അതൊക്കെ നഷ്ടപ്പെടുന്നു. അതിന് മുമ്പും ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളിതൊക്കെ ആ സമയത്ത് വലിയ ഗൗരവത്തിൽ ചർച്ച ചെയ്യാതെ പോയതാണ്. അത് പ്രായമാകുമ്പോ അങ്ങനെ വരുമല്ലോ. 75 വയസ്സായി 10 തവണ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അപൂർവ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലെജിസ്ലേച്ചർ ബോഡികളിൽ അംഗമായിരുന്ന ആളാണ് അദ്ദേഹം. ബീഹാറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. സാധാരണ നിയമസഭയ്ക്ക് പുറമെ 2 സഭ, 2 അംഗമായിരുന്നു. ലോക്സഭയിൽ അംഗമായിരുന്നു, രാജ്യസഭയിൽ. ഇപ്പൊ രാജ്യസഭയിലേക്ക് ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതാണ്. അപ്പൊ 16-ാം തീയതി വരെ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയിരിക്കും. 16-ാം തീയതിയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. അദ്ദേഹം രാജ്യസഭയിലേക്ക് പോവുകയാണ്. അപ്പൊ അദ്ദേഹം തന്നെ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ മന്ത്രിമാരായ വിജേന്ദ്ര പ്രസാദ് യാദവ്, അശോക് ചൗധരി അവരുടനെ വീട്ടിലേക്ക് ചെന്ന് കണ്ടു. ദേശീയ പ്രസിഡന്റ് സഞ്ജയ് ജായും ഒക്കെ എത്തിയിരുന്നു. അപ്പോൾ നിഷാന്ത് കുമാറിനെ പയ്യെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രായമായിട്ടാണ്, നേരത്തെ ഒന്നും രംഗത്ത് ഇറക്കിയില്ല. അതിന് നിതീഷ് കുമാർ ഈ കുടുംബ ആധിപത്യം, അതിന് നിതീഷ് എതിരും ആയിരുന്നു. വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് മകൻ, എഞ്ചിനീയറാണ്. അപ്പോൾ ഈ 2015 മുതൽ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. പക്ഷെ തുടർച്ചയായിട്ടല്ല. ജിതൻ റാം മഞ്ചി കുറച്ച് നാള് മാത്രം മുഖ്യമന്ത്രിയായിരുന്നു. അല്ലെങ്കിൽ അത് തുടർച്ച ആയിട്ട് തന്നെ വരുമായിരുന്നു. മാർച്ച് 1 അദ്ദേഹത്തിന് 75 വയസ്സായി. അപ്പോൾ മാർച്ച് 16 ശേഷം അദ്ദേഹം ഇറങ്ങും. അപ്പോൾ BJPയുടെ മുഖ്യമന്ത്രി വരും. BJPയുടെ മുഖ്യമന്ത്രിയാകാൻ സാധ്യത കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ആണ് എന്നാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ അതല്ല എങ്കിൽ ഉള്ള പേരുകൾ സമ്രാട് ചൗധരി, BJPയുടെ പ്രസിഡന്റാണ്, ഉപമുഖ്യമന്ത്രി ആണ് സമ്രാട് ചൗധരി. വിജയകുമാർ സിൻഹ, മുൻ സ്പീക്കർ വിജയകുമാർ സിൻഹയും ഉപമുഖ്യമന്ത്രിയാണ് അവിടെ. 2 ഉപമുഖ്യമന്ത്രിമാര് BJPക്ക് അവിടെ ഉണ്ട്, സമ്രാട് ചൗധരിയും വിജയകുമാർ സിൻഹയും. ഇവരിൽ ആരെങ്കിലും ആകാം. ഗിരിരാജ് സിംഗ് കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിന്റെ പേരും ഇതിൻ്റെ അകത്ത് കേൾക്കുന്നുണ്ട്. പക്ഷെ നിത്യാനന്ദ റായിക്കാണ് മുൻതൂക്കം. നിത്യാനന്ദ റായി ആണ് ഈ പ്രചാരണമൊക്കെ നടക്കുമ്പോഴും ഒക്കെ നയിക്കാനും അതിൻ്റെ പ്രചാരണ തന്ത്രങ്ങൾ സ്വീകരിക്കാനും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അകത്ത് നിഷാന്ത് കുമാർ അപ്പോൾ ഉപമുഖ്യമന്ത്രി ആയി വരും അവിടെ. അപ്പം 3 ഉപമുഖ്യമന്ത്രി ഉണ്ടാവുമോ എന്നുള്ളത് കാര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം BJPക്ക് മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഉപമുഖ്യമന്ത്രി? അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ഉത്തർപ്രദേശില് ഉണ്ടല്ലോ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ നിഷാന്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിഷാന്ത് കുമാർ മകൻ ഈ രംഗത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഫെബ്രുവരി 14-ാം തീയതി ബോധ്ഗയയിൽ ചെന്നിരുന്നു. ബോധ്ഗയയിൽ ഈ മഹാബോധി ക്ഷേത്രം നടന്ന് കാണുകയൊക്കെ ചെയ്തിരുന്നു. ഞാനും പോയിട്ടുണ്ട് അവിടെ. അവിടെ മറ്റേ ബുദ്ധന് ബോധോദയം ഉണ്ടായ ഒരു ആൽമരം ഉണ്ടെന്നൊക്കെ പറയുന്നില്ലേ, ആ ആൽമരാണെന്ന് വിചാരിച്ചിട്ട് ഞാനും കുറച്ചു നേരം അതിൻ്റെ ചുവട്ടിൽ ധ്യാനിക്കുകയൊക്കെ ചെയ്തു.
പിന്നെ തിരിച്ചു വന്ന് ചരിത്രം വായിച്ചപ്പോഴാണ് ആ ആൽമരം ബുദ്ധന് ബോധോദയം ഉണ്ടായി എന്ന് പറയുന്ന ആൽമരം പിന്നീട് ശശാങ്കൻ എന്ന് പറഞ്ഞ ചക്രവർത്തി വെട്ടി നശിപ്പിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ മഹാബോധി ക്ഷേത്രത്തിലെത്തി, പിന്നെ ദശരഥ് മഞ്ചി സ്മാരകം കണ്ടു, തേത്താർ ജലസംഭരണി, ഗംഗാജലം കൊണ്ട് ഈ ജലവിതരണമൊക്കെ നടത്തുന്ന ജലസംഭരണി കണ്ടു. ആ ആളുകൾ ഉദ്യോഗസ്ഥരെ വിവരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ കുറച്ച് നാളായിട്ട് ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അമ്മ മഞ്ജു സിൻഹ ജീവിച്ചിരിപ്പില്ല, അധ്യാപികയായിരുന്നു. 1975 ജൂലൈ 20 നിഷാന്ത് ജനിച്ചത്. സെന്റ് കരേൻസ് സ്കൂൾ പാട്നയില് കുറച്ചു കാലം പഠിച്ചു. അത് കഴിഞ്ഞ് ഉത്തരാഖണ്ഡിലെ മുസൂറി സ്കൂളിലെ പ്രശസ്തമായിട്ടുള്ള അവിടെ പഠിച്ചു. അത് ഗൃഹാതുരത്വം ബാധിച്ചു. അത് കഴിഞ്ഞ് അവിടെ അവസാനിപ്പിച്ച് വീണ്ടും പാട്ന സെൻട്രൽ സ്കൂളിൽ വന്ന് പഠിക്കുകയാണ് ചെയ്തത്, പാട്നയില്. അത് കഴിഞ്ഞ് റാഞ്ചിയിലെ BITയിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. 2 കൊല്ലം നിതീഷിന്റെ മകനാണെന്ന് ആരും അവിടെ അറിയുകയൊന്നും ചെയ്തില്ല. സൗകര്യങ്ങൾ ഉപയോഗിച്ചില്ല. ട്രെയിനിലൊക്കെ കൂടെ യാത്ര ചെയ്ത ഒരാള് സഹപാഠി ഓർത്തത് ഞാൻ ഇന്നലെ വായിച്ചു. കാരണം ഈ ക്യൂ റിലീസ് ചെയ്യാന്നൊക്കെ പറയില്ലേ, നമ്മളെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട്, ഇതൊന്നും ചെയ്തില്ല അയാള്. എന്നിട്ട് സഹപാഠിയുടെ ബർത്തിൽ തന്നെ കിടന്നാണ് യാത്ര ചെയ്തത്. 2 കൊല്ലം നിതീഷിന്റെ മകനാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. 2002 കമ്പ്യൂട്ടർ BTech പാസ്സായി. അത് കഴിഞ്ഞ് ജോലിക്ക് പോയില്ല. 2007 അമ്മ മഞ്ജു സിൻഹ മരിച്ചുപോയി. നന്നായി വായിക്കുന്ന ഒരാളാണ്. വായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യലിസം, ഭഗവത്ഗീത, RSSനെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ. നിതീഷ് കുമാറിനും നിഷാന്തിനും ഒരു ആത്മീയ വശമുണ്ട്. അവർ സ്പിരിച്വലായിട്ടുള്ള പുസ്തകങ്ങളും വായിക്കും. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കുറെ കാലം ഈ ഓഷോ രജനീഷിന്റെ പുസ്തകങ്ങൾ ധാരാളം വായിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. 2025 ജനുവരി 8 ചെറിയ തോതിൽ രാഷ്ട്രീയം സംസാരിക്കാൻ തുടങ്ങി നിഷാന്ത്. കാരണം ബക്തിയാർപൂരിലേക്ക് നിതീഷിന്റെ കൂടെ യാത്ര ചെയ്തു. എന്നിട്ട് നിതീഷിനെ ജയിപ്പിക്കണം എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഈ FB പേജിലെ പേരിലൊരു പരിഷ്കാരം വരുത്തി. നിതീഷ് കി നിഷാന്ത് എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. ഈ പിന്നെ അവിടെ ജനതാദളില് നിതീഷിന്റെ പാർട്ടിയില് നിതീഷ് കഴിഞ്ഞാലുള്ള 3 മുതിർന്ന നേതാക്കള് ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ്, അപ്പർ കാസ്റ്റ്, സവർണർ ആണ്. ലാലൻ സിംഗ്, വിജയകുമാർ ചൗധരി, സഞ്ജയ് ജ. OBC വോട്ടാണല്ലോ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഈ വരേണ്യരെ വെച്ചിട്ട് അത് പിടിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ നിഷാന്ത് തന്നെ രംഗത്ത് വരിക, ഇനി രാഷ്ട്രീയം അതിൻ്റെ ഉന്നത സ്ഥാനത്ത് വരിക എന്നുള്ളതും ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബീഹാർ എന്ന് പറയുന്നത് പതിയെ BJPയുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നു. അത് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ട. പക്ഷേ അപ്പോഴും ഈ പറയുന്ന നിതീഷ് കുമാറിന് അവസരങ്ങൾ നിഷേധിച്ചു എന്നുള്ള തോന്നലുണ്ടായിരിക്കാൻ BJP കൃത്യമായിട്ട് കരുക്കൾ നീക്കി. അങ്ങനെ ഈ സഖ്യകക്ഷികളിൽ നിന്ന് കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റിന്റെ ഭരണം ഒരിക്കൽ കൂടി BJP കൈയാളുന്നു. ഇതല്ലേ നമ്മൾ മനസ്സിലാകുന്നത്? അതെല്ലായിടത്തും BJP അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഘടകകക്ഷികളുമായിട്ട് സഖ്യം ഉണ്ടാക്കുക, എന്നിട്ട് ആ സഖ്യത്തിൽ നിന്ന് അവിടെ വളർച്ച നേടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഈ തെക്കോട്ടുള്ള ഒരു ഗേറ്റ് എന്ന് പറയുന്നത് കർണാടകയല്ലേ. കർണാടകയിലും അങ്ങനെ സഖ്യങ്ങൾ വഴി തന്നെയാണ് BJP രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ആന്ധ്ര, തെലങ്കാന ഭാഗത്തുമൊക്കെ കുറെ പച്ച പിടിച്ചിട്ടുണ്ട്. 30% അടുത്ത് വോട്ടൊക്കെ അവിടെ വരുന്നുണ്ട്. കേരളത്തില് ഇപ്പോഴാണ് മര്യാദക്കൊരു സഖ്യകക്ഷി വരുന്നത്, ഈ 2020 അല്ലേ. അവർക്ക് ചില ഭാഗത്ത് പഞ്ചായത്ത് ഭരണമെങ്കിലും ഉണ്ടല്ലോ. അതല്ലാതെ ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ വളർന്നിട്ടില്ല. അതാണ് കേരളത്തിൽ അതിൻ്റെ ഒരു പ്രശ്നം. എല്ലായിടത്തും മുന്നണി എന്നുള്ള നിലയ്ക്കാണ്
വന്നിരിക്കുന്നത്. അങ്ങനെ വളർന്നത് കൊണ്ട് കോൺഗ്രസിന്റെ ഡെസിമേഷൻ അല്ലേ, അതെ. കോൺഗ്രസ് അത്യാവശ്യം അവിടെ ഇല്ലാതായി കഴിഞ്ഞു. ബീഹാറിൽ ചെറിയ സീറ്റൊക്കെ അല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഒറ്റക്ക സംഖ്യയിൽ ഒതുങ്ങിപ്പോയ സ്ഥലമാണ് ബീഹാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.